ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു കപ്പ് കടലയും പിന്നെ കുറച്ച് കോവയ്ക്കയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കാണിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കണം. അതിന് ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് നല്ല എരിവ് കുറഞ്ഞ വറ്റൽമുളക് കേട്ടോ, അതാണ് ഞാൻ 4 എടുത്തത്. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 3ഓ 2ഓ ഒക്കെ മതിയാവും. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും, ആ സ്റ്റേജ് വരെയും ഒന്ന് വഴറ്റണം. ഇപ്പം മല്ലിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം കൂടെ. അപ്പം ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായി. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കളറ് മാറുന്ന രീതിയിലൊന്ന് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമല്ലോ. അപ്പോൾ ആ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ദാണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവേ. ഇതുണ്ടാക്കാൻ സവാളയൊന്നും ഒരുപാട് വഴറ്റിയൊന്നും സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പരുവം വരെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്കയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്താണ് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തതാണേ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റുന്നതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ. അപ്പോൾ ഈ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെയും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ ഇതൊന്ന് വെന്ത് വരാൻ. അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് വേവട്ടെ. ഈ സമയം നമ്മുടെ മസാല ഇവിടെ തണുത്തിട്ടുണ്ടാവും. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ ഇതാണ്ട് ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടേ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ടേ ഇനി നമ്മളിവിടെ നമ്മുടെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന, അല്ല നമ്മൾ ക്രഷാക്കി മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ, ആ പൊടി അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3.5 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളേ. അപ്പോൾ ഈ പൊടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇത് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാലൻസ് കുറച്ചുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഒരു 3.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇവിടെ വേവിച്ച് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് കടല കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കണം, നല്ല പൊളി ഐറ്റം കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെയും ഈ മസാലയൊക്കെ നമ്മുടെ ഈ കോവയ്ക്കകത്തും അതുപോലെ കടലയ്ക്കകത്തും പിടിക്കുന്നത് വരെയും ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു അംശമുണ്ട് വെള്ളത്തിൻ്റെ, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കൈപ്പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് പിന്നെ ഒരുപാടൊന്നും അങ്ങോട്ട് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക പിന്നെ നമ്മുടെ കടല തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്.
പിന്നെ ഈ കോവയ്ക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ കടലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ കടലയുടെ കൂടെ ഇതും കൂടെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ്. എന്നാൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ.